കുറേ പേര് ചോദിക്കുന്നുണ്ട് A2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ B1 കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ വന്ന് ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. ഫസ്റ്റ് ഒറ്റപ്പെടൽ തന്നെയാണ്. നമുക്ക് ആരും ഇല്ലാത്തൊരു തോന്നൽ നമുക്ക് തോന്നും. ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാമെന്നുള്ളത്. 3 വർഷം പഠിച്ചും ഇത് നല്ല മാർക്കോടെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇംഗ്ലീഷ് കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ? എന്താണ് റിയയുടെ അഭിപ്രായം? ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, ശരിക്കും ഇവിടെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഉണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന പിള്ളേർ ഇവിടെ ഉണ്ടോ? അവരുടെ അനുഭവം എന്താണ്? ഇവിടെ സ്റ്റൈഫൻഡ് കിട്ടുമോ ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു തന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനെല്ലാം നിങ്ങളോട് ഉത്തരം പറയുന്നത് ഇവിടെ ജർമ്മനിയിലെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് റിയ. ഞാൻ റിയ. ഞാനിവിടെ 4 വർഷമായിട്ട് ജർമ്മനിയിൽ. ഞാനിവിടെ നാട്ടിൽ നിന്ന് കോന്നി പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമേ FS ചെയ്ത് ഇപ്പോൾ ഞാൻ ഹൗസ് ബിൽഡിംഗ് 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിയ എന്താണ് നാട്ടിൽ പഠിച്ചത്? ഞാൻ നാട്ടിൽ എൻ്റെ 10th +2 പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലെ A2 വരെ ജർമ്മൻ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് എൻ്റെ FSJ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ FSJയുടെ എങ്ങനെയാണ് ഇവിടെ ഒരു പൊസിഷൻ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് FSJ ഇവിടെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്? ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ആൻറ്റി ഇവിടെ വന്നിട്ട് 40 വർഷമായി. അപ്പം ആൻറ്റി ഇതുപോലെ ഒരു പ്രോഗ്രാം ഇവിടെ DRK ശ്വസൻഷാഫ്റ്റിൽ റോട്ടക്രോയ്സിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. ആൻറ്റിയാണ് എൻ്റെ എല്ലാ പേപ്പർ വർക്കും ചെയ്തത്. ഞാനപ്പം ഫസ്റ്റ് A2 വരെ ഗ്യോത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് FS ചെയ്തത്. ആൻറ്റിയാണ് എൻ്റെ പേപ്പർ വർക്കെല്ലാം ചെയ്തത്. പിന്നെ ഇവിടെ വേറെ കുറേ പേര് നേരിട്ട് മെയിലയച്ചും അപ്ലൈ ചെയ്തും ഇവിടെ വരാറുണ്ട് പിള്ളേർ. പക്ഷേ ഞാൻ എൻ്റെ ആൻറ്റി വഴിയാണ് വന്നത് ഇവിടെ. അപ്പം റിയയുടെ കൂട്ടുകാരെല്ലാം നേരിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇവിടെ FSJക്ക് പൊസിഷൻ ഉണ്ട് റെഡ് ക്രോസിൽ എന്നറിഞ്ഞിട്ട് നേരിട്ട് നാട്ടിൽ നിന്ന് മെയിൽ അയച്ച് വരുമായിരുന്നു. നമ്മുടെ ഗൂഗിൾ സൈറ്റിൽ FSJയുടെ ഒരിതുണ്ട്, റെഡ് ക്രോസിൻ്റെ ഇതിൽ. അപ്പോൾ അതിൽ നിന്ന് നേരിട്ട് ഇവർ അപ്ലൈ ചെയ്താണ് ഇവിടെ കൂടുതലും കുറേ പേര് വന്നിട്ടുള്ളത്. ഞാൻ നേരിട്ട് ഇവിടെ ആൻറ്റി വഴി ഞങ്ങൾ 3 പേരാണ് ഇവിടെ വന്നത്. ആൻറ്റിയാണ് ഞങ്ങളുടെ പേപ്പർ വർക്കെല്ലാം ആദ്യമേ ചെയ്തത്. അപ്പം നമ്മുടെ നാട്ടിൽ +2 ഒരാൾ കഴിഞ്ഞു. അപ്പം അയാൾക്കാണെങ്കിൽ ഇവിടെ വന്ന് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അപ്പം റിയ ഇവിടെ ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആകുമ്പോഴത്തേന് എന്താ പറയാനുള്ളത്? എങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെ പറ്റി ഒന്ന് പറയാമോ? പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ FSJ ചെയ്ത് കഴിഞ്ഞിട്ടാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യാല CR ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹൗസ് ബിൽഡിംഗ് തുടങ്ങിയത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു പ്രാക്ടിക്കും അല്ലെങ്കിൽ ഒരു സോഷ്യാല CR ഒരു കെയർ സെക്ടറിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഹൗസ് ബിൽഡിങ്ങിന് കയറുവാണെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കുറേ മെഡിക്കൽ വേർഡ്സ് പഠിക്കാൻ പറ്റും നമ്മൾ ഈ FSJ ചെയ്യുമ്പോഴും പ്രാക്ടിക്കും ചെയ്യുമ്പോഴും. ഇപ്പോൾ മെഡിക്കൽ സെക്ടറിൽ ജോലി ചെയ്യുവാണെങ്കിൽ അതെനിക്കൊരു നല്ലൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഹൗസ് ബിൽഡിംഗ് കയറുന്നതിന് മുമ്പേ ചെയ്യുവാണെങ്കിൽ. പിന്നെ നേരിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ നല്ലതാണ് ലാംഗ്വേജും. പിന്നെ ആദ്യമേ ഇംഗ്ലീഷിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അവർ ലാംഗ്വേജ് പഠിച്ചോട്ടെ എന്നൊരു രീതിയിൽ, എന്നിട്ട് ലാംഗ്വേജ് പഠിക്കാൻ ട്രൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് B1 വരെ പഠിക്കുക. പക്ഷേ B2 പഠിച്ചിട്ട് ഇവിടെ വരുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ പറയുന്ന അറ്റ്ലീസ്റ്റ് മനസ്സിലാവുകയെങ്കിലും ചെയ്യും. നമുക്ക് തിരിച്ച് പെട്ടെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഒരാൾ പറയുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ A2 കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു B2 കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പ്രാക്ടിക്കും ചെയ്തിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനാണ് ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്. കാരണം നമുക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് A2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ B1 കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ വന്ന് ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ റിയനെ പറഞ്ഞു എത്രത്തോളം പാടാണ് നമുക്കറിയാം A2 അല്ലെങ്കിൽ B1 കഴിഞ്ഞ് നമുക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത്. അപ്പം റിയ A2 കഴിഞ്ഞ് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് ലാംഗ്വേജ്? നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു കെയർ സെക്ടറിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ കൂടുതലും പ്രായമുള്ളവരോടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് മനസ്സിലാക്കാൻ വളരെ പാടാണ്. അപ്പം നമ്മൾ എത്ര ലാംഗ്വേജ് പഠിച്ചിട്ട് വരാമോ അത്രയും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഇവിടെ ആദ്യം മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പം ഓരോ വേർഡ്സ് കേൾക്കുമ്പം പിന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ച് ഒരു മറുപടി പറയാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു. അപ്പം B2 കഴിഞ്ഞിട്ട് വരുമ്പം നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് പെട്ടെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെ പറയാൻ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അത് B2 പഠിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ വരാൻ വേണ്ടിയാണെങ്കിൽ.
അപ്പോൾ ഇപ്പോൾ ജോലിക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ലേ ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? നിങ്ങളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഫുൾ ജർമ്മനി തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും പറയുന്നതും? നിങ്ങളുടെ പേഷ്യൻസിനോടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനോടാണെങ്കിലും ഒക്കെ ജർമ്മനി തന്നെയല്ലേ സംസാരിക്കുന്നതെല്ലാം? ഞങ്ങൾ പഠിക്കുന്നതും ഞങ്ങൾ ജോലി ചെയ്യുന്നതും എല്ലാം ഞങ്ങൾ ജർമ്മനി തന്നെയാണ്. ഞാനിപ്പോൾ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്നതും ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയാണ്. FST കഴിഞ്ഞിട്ട് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് റിയയുടെ അഭിപ്രായം. അങ്ങനെയാണ് റിയ ചെയ്തും ഇപ്പം 3rd ഇയർ വരെ എത്തി നിൽക്കുന്നത്. അപ്പം എങ്ങനെയായിരുന്നു FST കഴിഞ്ഞിട്ട് ഹൗസ് ബിൽഡിങ്ങിലേക്ക്, നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറി ആ ഒരു ജേർണി? പിന്നെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ആ ഒരു അനുഭവം റിയയ്ക്ക് പറയാനുള്ളത്? ഞാൻ FST ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഞാനിവിടെയാണ് എൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ നോട്ടാറിനെ വെച്ച് ഞാൻ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം എൻ്റെ സർട്ടിഫിക്കറ്റ് 10th + 2 ഞാൻ ചെയ്തത്. പിന്നെ കഴിഞ്ഞ് റെഡ് ക്രോസുകാരാണ് ഞങ്ങൾക്കൊരു കോളേജ് കണ്ടുപിടിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒരു വെവേബും പോലെ എഴുതി ഞങ്ങൾക്കൊരു ലെറ്റർ എഴുതി ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾക്കൊരു പ്ലേസ്, ഒരു കോളേജിലൊരു പ്ലേസ് കണ്ടുപിടിച്ചാണ് ഞാൻ ഹൗസ് ബിൽഡിംഗ് തുടങ്ങിയത്. ഞാൻ റെഡ് ക്രോസിൻ്റെ കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ തുടങ്ങിയത് 2020 ഫസ്റ്റ് ഏപ്രിലാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് കൊറോണ കൂടിയ കാരണം ഞാൻ ഫസ്റ്റ് പ്രാക്ടിക്കൽ വെച്ചാണ് തുടങ്ങിയത്. എനിക്ക് വളരെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ FST ചെയ്യുന്ന പോലല്ല ഒരു ഹൗസ് ബിൽഡിങ്ങിൽ കയറുമ്പം നമുക്ക് കുറേ പേപ്പേഴ്സ് കാണും, അത് സൈൻ ചെയ്യിപ്പിക്കണം. നമുക്കിവിടെ പ്രാക്സലൈറ്റർ എന്ന് പറഞ്ഞൊരിതുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കൊരു പേഴ്സണൽ ഒരാളാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തരാനും ഓരോ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്ത് കാണിക്കാനും പറഞ്ഞു തരാനും ഉള്ള ഒരാളാണ് നമുക്ക്. അത് നമ്മളിപ്പോൾ എവിടെ ഒരു ജോലിക്ക് പോയാലും നമുക്ക് അങ്ങനെ ഒരാൾ കാണും, നമുക്കൊരു പേഴ്സണലായിട്ട് കാര്യം പറയാൻ വേണ്ടി. ഞാൻ അപ്പോൾ ആദ്യത്തെ 20 ദിവസം ഞാൻ പ്രാക്ടിക്കൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹൗസ് ബിൽഡിങ് തിയറി തുടങ്ങിയത്. തിയറി തുടങ്ങിയപ്പം ഞാൻ ഒരൊറ്റ മലയാളിയായിരുന്നു ക്ലാസ്സിൽ. വേറൊരു എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല, വേറൊരു രീതിയിൽ വേറൊരു ക്ലാസ്. ആദ്യമേ നമുക്ക് എത്ര പേരുണ്ട് ക്ലാസ്സിലെന്നറിഞ്ഞു. പിന്നെ അന്ന് ഇത് കഴിഞ്ഞു, പിന്നെ തിയറി തുടങ്ങി. പിന്നെ നമുക്കിവിടെ 6 മാസമാണ് പ്രോബസൈറ്റ് എന്ന് പറയും. നമുക്ക് 6 മാസം അതിൽ എക്സാംസ് ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്. ഇപ്പം പ്രാക്ടിക്കൽ നമ്മൾ പോയാലും നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി ഒരു ലേൺ ഓഫ് കാബ് എന്ന് പറഞ്ഞൊരിത് തരും. നമുക്കൊരു ടോപ്പിക്ക് തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയൊക്കെ. എന്നിട്ട് നമ്മുടെ പേഴ്സണൽ ഉള്ള ആൾ പ്രാക്ടീസിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആൾ നമുക്ക് ബബൂറ്റായാലും ചെയ്ത് തരണം, നമുക്ക് മാർക്ക് ഇട്ട് തരണം, നോക്കി തരും. അപ്പോൾ ആ മാർക്കും എല്ലാം കൂടെ നോക്കിയാണ് നമ്മുടെ ഈ പ്രോബസൈറ്റ് പറയുന്നത്. ഈ 6 മാസം ആ പ്രോബസൈറ്റിലെ മാർക്ക് നോക്കിയിട്ട് അവർ നോക്കും നമ്മൾ ഇവർക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ബാക്കി ഹൗസ് ബിൽഡിങ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവരാണ് നോക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ തിയറി പ്രാക്ടിക്കലിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തിയറിയെക്കാട്ടിലും. തിയറി ഇവിടെ നമുക്ക് ഏകദേശം ഒത്തിരി ഹവേഴ്സ് കൂടുതലാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത് തിയറിയെക്കാട്ടിലും. പിന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ എക്സാംസും എല്ലാം. അപ്പം എന്താണ് ഈ പ്രോബസൈറ്റ്? പ്രോബസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 മാസമാണ്. നമ്മൾ ഹൗസ് ബിൽഡിംഗ് ഇന്ന് തുടങ്ങുന്ന തൊട്ട് അന്ന് തൊട്ട് 6 മാസം വരെയാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ട്, എന്നുവെച്ചാൽ പ്രാക്ടിക്കൽ ഇതുണ്ട്, പിന്നെ തിയറി എക്സാംസും ഉണ്ട്. തിയറി 2 എക്സാംസാണ് വരുന്നത്, പിന്നെ ഒരു പ്രാക്ടിക്കലിലൊരിടത്താണ് ജോലി വരുന്നത്. അപ്പം പ്രാക്ടിക്കലിലെ ഒരു ലേൺ ഓഫ് കാബ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ മാർക്കും പിന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ചില സമയത്ത് ടീച്ചേഴ്സ് വന്നിട്ട് നമ്മൾ ഒരാളെ എങ്ങനെ ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും. ഇപ്പോൾ ഒരാളെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എടുത്തിട്ട് അവരെ നമ്മൾ എങ്ങനെ ഫസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ അവരെ നോക്കുന്നു എന്നുള്ളതൊന്നും നമ്മുടെ അടുത്ത് നോക്കും. പിന്നെ തിയറി എക്സാമുമാണ് ഈ പ്രോബസൈറ്റിൽ മെയിനായിട്ടുള്ളത്. ഈ പ്രോബസൈറ്റ് കഴിഞ്ഞ് നിങ്ങൾ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ആർബൈറ്റ്സ്കേബറിന് അത് തീരുമാനിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോബസൈറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്ക് നമ്മുടെ ആർബൈറ്റ്സ്കേബർ എന്ന് പറയും. ഇവിടെ ആർബൈറ്റ്സ്കേബർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ റെഡ് ക്രോസ്, കാരിത്താസ്, അങ്ങനെ സ്റ്റഡ്, അങ്ങനെ കുറേ ഉണ്ട്. അവർക്ക് നമ്മുടെ മാർക്ക് അയച്ചു കൊടുത്തിട്ട് അവരും തീരുമാനിക്കും, പിന്നെ സ്കൂളുകാരും അവർ രണ്ടും കൂടെ തീരുമാനിക്കും നമുക്കത് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഈ ഹൗസ് ബിൽഡിങ്ങിന് കയറുന്നതിന് മുമ്പ് നമുക്ക് 3 വർഷത്തെ ഒരു പ്ലാൻ നമുക്ക് കിട്ടും. അതിനകത്ത് നമ്മുടെ എത്ര വർഷത്തിൽ നമുക്ക് 30 ദിവസം ഉർലോബ് എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട്, 30 ദിവസത്തെ അവധി. അപ്പം അതെല്ലാം ഒരു പ്ലാനാക്കി നമുക്കൊരു വലിയൊരു പ്ലാൻ നമുക്ക് തരും. അതിനകത്ത് നമുക്ക് കാണും നമുക്ക് എന്തൊക്കെയാണ് തിയറി ഉള്ളത്, എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ, നമുക്ക് എവിടെയൊക്കെയാണ് ജോലിക്ക് പോകുന്നത്. ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലാണോ, അതോ ഒരു ആംബുലാൻഡ് ഫ്ലേഗിലാണോ, ശുചിയാത്ര അനുസരിച്ചാണോ, അതോ പിള്ളേരുടെ സെക്ഷനിലാണോ ജോലിക്ക് പോകുന്നതെന്ന് അതിനകത്തെല്ലാം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ടൈമിൽ നമുക്ക് തിയറി ഉണ്ട്, ഫസ്റ്റ് തിയറി പിന്നെ പ്രാക്ടിക്കൽ ആ ഒരു രീതിയിലാണ് പോകുന്നത്. 1 മാസം തിയറി, 1 മാസം ഇത് വരും. ചിലപ്പോൾ 1.5 മാസം തിയറി, 1 മാസം പ്രാക്ടിക്കൽ വരും. അത്
അക്കോർഡിംഗ് ടു ഇത് ഒരു സമയം പോലെ ഇരിക്കും. പിന്നെ തേർഡ് ഇയറിൽ പ്രാക്ടിക്കലാണ് നമുക്ക് കൂടുതൽ തിയറിയെക്കാട്ടിലും. ഇങ്ങനെ ഇവിടെ ഒരു പൊതുവെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് നടക്കുന്നത് 3 വർഷമാണെന്ന് എനിക്കറിയാം, പക്ഷെ എങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ ഈ 3 വർഷം, ഞാനിപ്പം തേർഡ് ഇയർ ആണ് ഹൗസ് ബിൽഡിങ്ങിൽ. ഞാനിപ്പം ക്രാങ്ങൻ ഹൗസിൽ പോയി, ഹോസ്പിറ്റലിൽ പോയി, എനിക്കൊരു കിൻഡറിൽ ഞാൻ ജോലി ചെയ്തു. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്തു. പിന്നെ സുത്സ്യാത്രി ടാഗസ് ഫ്ലേഗർ ജോലി ചെയ്തു. ടാഗസ് ഫ്ലേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇച്ചിരി പ്രായമുള്ള ആൾക്കാർ, ഡെമൻസ് ഉള്ള ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വരുന്ന ഒരു ഇതിൽ ജോലി ചെയ്തു. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്തു. പിന്നെ ആംബുലാൻ്റെ ഫ്ലേഗിൽ ജോലി ചെയ്തു. ആംബുലാൻ്റെ ഫ്ലേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ പോയി നമ്മൾ നോക്കുന്ന ഒരു ഇതാണ് ആംബുലാൻ്റെ ഫ്ലേഗ് എന്ന് പറഞ്ഞാൽ. ഇത്രയും ഇതിലാണ് ഞാനിപ്പോൾ ഈ 3 വർഷത്തിൽ ജോലി ചെയ്തത്. പിന്നെ നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരോ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ തിയറി പഠിക്കുന്നത് നമ്മൾ പ്രാക്ടിക്കലിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അത് അവിടെ നോക്കാനാണ് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം ക്രാങ്ങൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിയറി പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് കൂടുതലും. അപ്പം ആദ്യത്തെ വർഷം എങ്ങനെയായിരുന്നു? തിയറിയും പ്രാക്ടിക്കലും അല്ലേ? അപ്പം ഇങ്ങനെ തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരീക്ഷ അങ്ങനെയാണോ? ഞങ്ങൾക്ക് ഓരോ തിയറിയുടെ ബ്ലോക്ക് കഴിഞ്ഞിട്ടും എക്സാം ഉണ്ട്. ആ എക്സാം ഓരോ തിയറിയും കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾക്കിവിടെ 3 ഇതായിട്ടാണ് ആപ്പയും ബേയം MS ബേക്കു എന്ന് പറഞ്ഞ് 3 ഇതാണ് വന്നേക്കിട്ടുള്ളത്. അതിൽ 3ൽ നമുക്ക് ഓരോ തിയറി കഴിയുമ്പോഴും എക്സാം കാണും. പിന്നെ നമുക്ക് വർഷത്തിൽ ഓരോ സർട്ടിഫിക്കറ്റ് കിട്ടും. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ്, പിന്നെ തേർഡ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട്. പിന്നെ തേർഡ് ഇയർ വരുമ്പോഴത്തേന് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് തേർഡ് ഇയർ വരെയുള്ള എല്ലാം പഠിച്ചിട്ട് വേണം തേർഡ് ഇയറിലെ ലാസ്റ്റ് എക്സാം എഴുതാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഈ തിയറി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അസൈൻമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഹോംവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെയും? ഹോംവർക്ക് അങ്ങനെ അത്ര ഇതില്ല, പക്ഷെ നമുക്ക് കുറേ പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ കാണും. പിന്നെ സെമിനാർ കാണും. നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ പ്രൊജക്റ്റ് വോഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊജക്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്ന് ഓരോ ടോപ്പിക്ക് തന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഓരോന്ന് എഴുതിയിട്ട് നമ്മൾ തന്നെ പ്രസൻറ്റ് ചെയ്യണം. നമ്മൾ വലിയൊരു സ്ലൈഡൊക്കെ ഉണ്ടാക്കി ഒരു പ്രസൻറ്റേഷനൊക്കെ കാണും. അത് ചിലപ്പോൾ അവർ എക്സാമിൻ്റെ രീതിയിൽ തന്നെ അവർ എടുക്കാറുണ്ട്. അവർ തന്നെ ഇത് ചെയ്ത് മാർക്കൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. പ്രസൻറ്റേഷൻ കുറേയൊക്കെ ചെയ്യാറുണ്ട്. എങ്ങനെ ഇവിടുത്തെ പരീക്ഷകളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയാണോ അതോ വ്യത്യാസമുണ്ടോ? എനിക്ക് ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ CBSE പഠിച്ചുകൊണ്ട് കൂടുതലും കാണാതെ പഠിച്ചാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ അത്ര കാണാതെ പഠിച്ചിട്ട് പോയിരുന്ന എക്സാം എഴുതാൻ എനിക്കത്ര പറ്റിയിട്ടില്ല. കൂടുതലും നമുക്കൊരു ഫാൾ ബൈഷ്പീൽ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് അതിനകത്തു നിന്നാണ് ഇവിടെ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള എക്സാമിന്. പിന്നെ ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ നമ്മളിരുന്ന് പഠിച്ചെങ്കിലേ നമുക്കൊരു നല്ലൊരു എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാം ഒക്കെ ജർമ്മനിലാണ്. അപ്പം എങ്ങനെയാണ് റിയയുടെ എക്സ്പീരിയൻസ് വെച്ച് അത് പാസ്സാവാനായിട്ട് പാടാണോ അതോ എളുപ്പമാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മൾ കുറേ മറ്റുള്ളവർ ഇപ്പം ജർമ്മൻകാർ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഇരുന്ന് പഠിച്ചെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. എനിക്ക് ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിത്തീരും, ഫസ്റ്റായിട്ടൊരു എക്സാം എഴുതുന്നുള്ളൊരു പേടി. ഇപ്പം ഞാൻ തേർഡ് ഇയർ ആയപ്പോഴത്തേനും ഒരു ഇത് കിട്ടി, എങ്ങനെയാണ് എക്സാം, എങ്ങനെ എഴുതാൻ പറ്റും, എങ്ങനെ പഠിച്ചാൽ എഴുതാൻ പറ്റും. ഫസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. പിന്നെ അത് കഴിയുമ്പം ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല, പാട് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ജർമ്മനിലാണ് നമ്മൾ എഴുതേണ്ടത്. എല്ലാ ജർമ്മൻ ഫാക്ക് വേർഡ്സ് അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ വേർഡ്സും അറിഞ്ഞിരിക്കണം നമ്മളൊരു എക്സാം. ഒബ്ജക്റ്റീവ് ആണോ അതോ എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ MCQ ടൈപ്സ് ഒക്കെ ഇല്ലേ, അതുപോലെയൊക്കെയാണ് എക്സാം? അതോ നമുക്ക് കുറച്ച് എഴുതാനും ഉണ്ട്, പിന്നെ ചൂസ് ദ കറക്റ്റ് ആൻസർ, എല്ലാം മിക്സ് ആണ് കൂടുതലും ശരിക്കും പറയുന്നത് ഇവിടെ. പിന്നെ പ്രാക്ടിക്കലിനോ അതിനെന്തെങ്കിലും എക്സാം ഉണ്ടോ? നമുക്ക് നമ്മുടെ ഓരോ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് നമ്മുടെ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ വരും. നമ്മളെങ്ങനെയുണ്ട്, നമ്മുടെ ജോലി എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞൊരു പേഴ്സണൽ നമുക്കൊരാളുണ്ടെന്ന് നമ്മുടെ ഓരോ പ്രാക്ടിക്കലിന് പോകുമ്പോഴും. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് നമ്മളെങ്ങനെയാണ് അവിടെ എങ്ങനെ ജോലി ചെയ്ത്, നമ്മളെങ്ങനെ അവിടെ ആയിരുന്നു, നമ്മൾക്ക് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ജോലി ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പം പ്രത്യേകിച്ച് ഒരാളെ നോക്കാൻ വേണ്ടി പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വാഷും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ തുടയ്ക്കുന്നതെന്ന് ചെയ്യാൻ പറയും. അത് അവർ ടീച്ചറും നമ്മുടെ പേഴ്സണൽ ആളും കൂടെ നോക്കിയിട്ട് ഒക്കെ ഒരു പ്രാക്ടിക്കൽ പോലെ ഉണ്ട്. നമ്മുടെ ടീച്ചർമാർ വരാറുണ്ട്. പിന്നെ സ്വിഷൻ പ്രൂഫിംഗ് എന്ന് പറഞ്ഞൊരിതുണ്ട്. അതെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയർ ഏകദേശം അവസാനമാകാറാകുമ്പോൾ നമുക്കൊരു സ്വിഷൻ പ്രൂഫിംഗ് ഒന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് മിൺലിഷ പ്രൂഫിംഗ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചിരിക്കുന്നുണ്ട്, ഒരു തിയറി ഉണ്ട്, പിന്നെ ഒരു പ്രാക്ടിക്കലും ഉണ്ട്. അതും പ്രാക്ടിക്കലിന് നമ്മുടെ ടീച്ചർ വരും, വന്നിട്ട് നമുക്ക് ഇത് എക്സാം ഇടും, നമുക്ക് നമ്മുടെ എല്ലാം ഇതാക്കിയിട്ട്. ഇതിന്റെ സ്കോർ അനുസരിച്ചാണോ നമ്മുടെ 3ാമത്തെ വർഷത്തിലേക്കുള്ള എൻട്രി അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മുടെ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്.
പിന്നെ ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ ആർബൈറ്റ്സ്കേബറിനും കിട്ടും, നമ്മുടെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എല്ലാം. പിന്നെ ഇതെല്ലാം ഇവരാണ് കൂടുതലും ആർബൈറ്റ്സ്കേബർ നമ്മുടെ മാർക്സ് എല്ലാം കാണും, അവരും തീരുമാനിക്കുന്നു കുഴപ്പമില്ല മുമ്പോട്ട് പോകും, ഈ മാർക്കൊക്കെ നോക്കിയിട്ട് കുഴപ്പമില്ല ഇവർക്ക് പറ്റുമെന്നുള്ള രീതിയുണ്ട്. ടീച്ചർമാരും നമുക്ക് നോക്കും നമ്മൾക്ക് പോകാൻ പറ്റുമോ മുമ്പോട്ട് എന്നുള്ള രീതിയിൽ. നിങ്ങളുടെ ആർബൈറ്റ്സ്കേബർ റെഡ് ക്രോസ് ആണ് അല്ലേ? എന്താ നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ശരിക്കും പഠിക്കുന്നത് ഇവിടെ? ഞങ്ങൾ അനാട്ടമി പഠിക്കുന്നുണ്ട്, പിന്നെ ഫ്ലേഗ് പഠിക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ എങ്ങനെ നോക്കാം, എങ്ങനെയൊക്കെ മൊബിലിറ്റി അറേഞ്ച് വെച്ചാൽ എങ്ങനെ ഒരു ബെഡിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരെ എങ്ങനെ ബെഡിൽ നിന്ന് പുറത്തിറക്കുന്ന രീതികൾ, പിന്നെ കുറേ റൈറ്റ്സ് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ പ്ലാൻ പഠിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ ഒരു ഡീൻസ് പ്ലാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർ ജോലിക്ക് പോകുമ്പോൾ ഒരു മാസം മുമ്പേ നമ്മുടെ പ്ലാൻ കിട്ടും, നമ്മളെങ്ങനെ ജോലി ചെയ്യുന്നുള്ളൂ, അത് ഇടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നുണ്ട്, അതിൻ്റെ റൈറ്റ്സ് എങ്ങനെയാണെന്ന് പഠിക്കുന്നുണ്ട്, അനാട്ടമി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഹൗസ് ബിൽഡിങ്ങിൽ തന്നെ പഠിക്കുന്നുണ്ട്. റിയയുടെ ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ തിയറി ഉള്ള സമയത്ത് എങ്ങനെയാണ്, അതുപോലെ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? തിയറി വരുമ്പോഴത്തേനും നമുക്ക് 8:15 തൊട്ട് 3 മണി വരെയാണ് ഞങ്ങളുടെ സ്കൂളിൽ ക്ലാസ് വരുന്നത്. അപ്പം അത്രയും നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് ഉച്ചയ്ക്ക് ബ്രേക്കൊക്കെ ഉണ്ട്, 3/4 മണിക്കൂർ ബ്രേക്കൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ജോലിയുള്ള സമയത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രൂട്ടീൻസും സ്പേഡീൻസും ഉണ്ട്, ഉച്ചയ്ക്ക് മുമ്പേയും ഉച്ച കഴിഞ്ഞും ജോലിയുണ്ട്. രാവിലത്തെ ജോലി എന്ന് പറയുമ്പം ഓൾഡ് ഏജ് ഹോമിലൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് 6:45 തൊട്ട് 2:15 വരെയാണ് ഡ്യൂട്ടി. ഹോസ്പിറ്റലിൽ വരുമ്പം രാവിലെ 5:45 ഒക്കെ ആകുമ്പോഴത്തേനും അവിടെ ചെല്ലണം, 6 മണി തൊട്ട് 2:15 വരെയാണ് ഡ്യൂട്ടി. ഇപ്പോൾ ആംബുലാൻ്റെ ഫ്ലേഗിൽ എന്ന് പറയുമ്പോഴും 6:30 തൊട്ട് 3 മണി വരെയാണ് നമുക്ക് അവിടെ ആംബുലാൻ്റെ ഫ്ലേഗിൽ ഡ്യൂട്ടി. പിന്നെ ടാർഗറ്റ് ഫ്ലേക്ക് ജോലി ചെയ്യുമ്പം നമുക്ക് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ് ഡ്യൂട്ടി. അപ്പം ഓരോ ഡിഫറൻസ് വരുന്നുണ്ട് നമ്മുടെ പ്രാക്ടിക്കൽ വരുമ്പോൾ. ഞാൻ പിന്നെ ഇപ്പം എനിക്ക് മെയിനായിട്ട് ജോലി എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഹോമിലാണ്. അവിടെ നിന്ന് പറയുമ്പം എനിക്ക് രാവിലെ 6:45 തൊട്ട് 2:15 വരെയാണ് ഡ്യൂട്ടി. എനിക്ക് മെയിനായിട്ട് ഫ്രൂട്ടീൻസാണ്, രാവിലെയാണ് ജോലി, ഉച്ച കഴിഞ്ഞ് അങ്ങനെ ജോലിയില്ല. പിന്നെ സെക്കൻഡ് ഇയർ അവസാനം തൊട്ട് നൈറ്റ് ചെയ്യണം. അത് നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രാത്രി 8:30 തൊട്ട് വെളുപ്പിന് 7 മണി വരെയാണ്. ഞാനിപ്പോൾ ഒരു 5 നൈറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു വേറൊരു ഫീലായിരിക്കും നൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ. കണ്ടിന്യൂസ് ആയിട്ട് 2 നൈറ്റ് 3 നൈറ്റൊക്കെ നമുക്ക് ചെയ്യണം. ഞാനിപ്പം മാക്സിമം 2 നൈറ്റ് വരെയാണ് അടുപ്പിച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രാവിലത്തെ ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് സമയമുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ഒക്കെ. ഞാൻ പിന്നെ ജോലിയുള്ള സമയത്ത് അങ്ങനെ പഠിക്കാറില്ല, തീരെ സമയത്താണ് കൂടുതലും പഠിക്കാറുള്ളത്, അല്ലെങ്കിൽ എക്സാമിനൊക്കെ മുമ്പാണ് കൂടുതലും പഠിക്കാറുള്ളത്. പ്രാക്ടിക്കൽ സമയത്ത് നമുക്ക് ജോലി ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണമായിരിക്കും. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ ഇടയ്ക്ക് അയങ്കോഫനൊക്കെ പോകും. പിന്നെ ജോലി സമയമാകുമ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റായിട്ട് വീക്കെൻഡ് നമ്മൾ ജോലി ചെയ്തേ പറ്റുള്ളൂ. പബ്ലിക് ഹോളിഡേയ്സും ചിലപ്പം ഓൾട്ടർനേറ്റായിട്ട് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ വരുമ്പോൾ പ്രാക്ടിക്കലാണെങ്കിൽ ഒന്നി ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിന് നമ്മൾ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കത് നോക്കാം, ക്രിസ്മസിന് ജോലി ചെയ്യണം ന്യൂ ഇയറിന് ജോലി ചെയ്യണം നമുക്ക് തീരുമാനിക്കാം. പിന്നെ തിയറി ആകുമ്പോഴത്തേന് എല്ലാ വീക്കെൻഡ്സും പബ്ലിക് ഹോളിഡേയ്സും, തിയറി സമയത്ത് പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ട്, നമുക്കതെല്ലാം അവധിയായിരിക്കും. പിന്നെ നൈറ്റ് വരുമ്പം നമുക്കൊരു ക്ഷീണമായിരിക്കും. പിന്നെ നൈറ്റ് കഴിഞ്ഞിട്ട് 3 ദിവസം, ഇപ്പോൾ 2 നൈറ്റൊക്കെ ചെയ്യുമ്പോൾ 3 ദിവസം അവധിയൊക്കെ കിട്ടും. അന്ന് ഇറങ്ങുന്ന ദിവസം പിന്നെ എക്സ്ട്രാ 2 ദിവസമൊക്കെ നമുക്ക് അവധി കിട്ടും. നമ്മൾ നേഴ്സിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കഴിഞ്ഞപ്പോൾ കുറേ ചോദ്യങ്ങൾ വന്നതിൽ നമുക്ക് അതിൽ ഒരു ചോദ്യമായിരുന്നു, നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരു നേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരുപാട് രോഗികൾ ഇങ്ങനെ പെട്ടെന്ന് രോഗികൾ വരും, നമ്മൾ ഒരുപാട് പേരെ ഹാൻഡിൽ ചെയ്യണം നേഴ്സ്, അപ്പോൾ നമ്മളങ്ങ് ക്ഷീണിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസിന് ജസ്റ്റ് ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണോ? അതാണോ സത്യാവസ്ഥ ഇവിടുത്തെ? അല്ല, ഒരിക്കലും അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിലാണെങ്കിൽ ഇത്ര ബെഡേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ബെഡ് 25 ബെഡ് അതേ ഉള്ളൂ വരുന്നത്. പക്ഷേ 25 ബെഡ് എന്ന് പറയുമ്പോഴും ഒരു മുറിയിൽ 2 ബെഡൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 3 ബെഡുള്ള മുറികൾ കാണും. പിന്നെ സിംഗിളിലുള്ളത് കാണും, അത് പ്രൈവറ്റായിട്ട് ഇത് ചെയ്തുള്ളവർക്ക് വേണ്ടിയുള്ളത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. നമ്മളാണ് അവരെ മൊത്തത്തിൽ ഏറ്റെടുത്തിട്ട് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തുടപ്പിക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ മോർണിംഗ് റൊട്ടീനും. ഇപ്പം ഉച്ച കഴിഞ്ഞ് ജോലിയാണെങ്കിൽ അവർക്ക് ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലുമുള്ള റൊട്ടീൻ, ഇപ്പോൾ കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓർത്തോയിലൊക്കെ ആണെങ്കിൽ കാലൊടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാം അപ്പം ചെയ്ത് കൊടുത്തേ പറ്റില്ല. ഇപ്പം തുടപ്പിക്കുക, പല്ല് കേൾക്കാൻ വേണ്ടി ബെഡിൽ അവരിതാക്കുക, അവരെ ഇത് ബെഡിൽ നിന്ന് ഇറക്കി ബാത്റൂമിൽ കൊണ്ട്. അപ്പം ഇവിടെ സ്ട്രെസ്സില്ലെന്ന് പറയുന്നത് വെറുതെയാണ്. പിന്നെ ഇവിടെ അങ്ങനെയാണ് കൂടുതലും. പിന്നെ ഇവിടെ കൂടെ നിൽക്കാൻ പറ്റും, പക്ഷെ ഇവിടെ അങ്ങനെ ആരും നിൽക്കാറില്ല കൂടെ പേഷ്യൻസിൻ്റെ കൂടെ. ഏൽപ്പിച്ചിട്ട് പോവുക, ഇങ്ങനെ മിക്കവാറുള്ള പേഷ്യൻസ് തന്നെ വരും, പിന്നെ അവർ കാണാൻ വരും, അതേ ഉള്ളൂ. അല്ലാതെ
നമ്മുടെ നാട്ടിലെ പോലെ ബൈസ്റ്റാൻഡർ വേണമെന്ന് ഇവിടെ നിർബന്ധമില്ല ഇവിടെ ഒരിക്കലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് അങ്ങനെ നിൽക്കാൻ വേണമെങ്കിൽ. പക്ഷേ ആരും അങ്ങനെ നിൽക്കാറില്ല. കൂടുതലും പേഷ്യൻസ് തന്നെയാണ് നിൽക്കുന്നത്, ഹോസ്പിറ്റലിലാണെങ്കിലും എവിടെ ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങളിതെല്ലാം ട്രെയിൻ ചെയ്തല്ല നിങ്ങളൊരു നേഴ്സായിട്ട് വരുന്നത്? നമുക്ക് കുറേ പ്രാക്ടിക്കലി നമ്മൾ എല്ലായിടത്തും ജോലി ചെയ്യുന്നുണ്ട്, നമുക്കറിയാൻ പറ്റും എവിടെ എന്തൊക്കെയാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ എങ്ങനെയാണെന്നും ഓൾഡ് ഏജ് ഹോം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ആംബുലൻസ് ഫ്ലേക്ക് എങ്ങനെയാണെന്നും നമുക്കെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ ഹൗസ് ബിൽഡിങ്ങിൽ. ഇപ്പം ഞാനാണെങ്കിലും പല സെക്ഷനിൽ പോയി ജോലി ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് എവിടെ ഒരു സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നമുക്കൊരു ക്ലിക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിൻഡർ പിള്ളേരോട് ജോലി ചെയ്യണോ അല്ലെങ്കിൽ വലിയവരോട് ജോലി ചെയ്യണോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ അങ്ങനെയുള്ള പ്രായമുള്ള ആൾക്കാരോട് ജോലി ചെയ്യണോ, അത് നമുക്കൊരു ഇത് കിട്ടും, ഒരു ഉദ്ദേശം കിട്ടും എവിടെയാണ് നമുക്ക് ജോലി ചെയ്യേണ്ടതെന്നുള്ളത്. 3 വർഷം പഠിച്ചും ഇത് നല്ല മാർക്കോടെ ജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ട് 6 വരെയാണ് നോട്ടെന്ന് പറയും. 1, 2, 3 ജയിച്ചെന്നുള്ളൊരു നോട്ട്. പിന്നെ 4 തൊട്ട് മാർക്ക് കുറഞ്ഞു. പിന്നെ 5, 6 എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റു എന്നുള്ള രീതിയിൽ മാക്സിമം 3 വരെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 1 എന്നാണുള്ളൊരിതാണ്. അത് മാർക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ ബേസിൽ അവർ മാർക്കിടും. എല്ലാ ബേസിലും നോക്കിയിട്ടാണ് നമ്മളൊരു ഹൗസ് ബിൽഡിംഗ് തീർക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഹൗസ് ബിൽഡിംഗ് തീർത്തിട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു 2020 തൊട്ട് ഹൗസ് ബിൽഡിങ്ങിൽ എല്ലായിടത്തും നമ്മൾ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. ഹോസ്പിറ്റലിൽ അറ്റ്ലീസ്റ്റ് ഇത്ര മണിക്കൂർ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. ഇന്നടത്ത് ഇത്ര ഹവേഴ്സ് കോളേജിൽ ചെയ്യണം, ഹോസ്പിറ്റലിൽ ചെയ്യണം, ഇത്ര ഹവേഴ്സ് ആംബുലൻസ് ഫ്ലേഗിൽ ചെയ്യണം, ഇത്ര ഹവേഴ്സ് ഓൾഡ് ഏജ് ഹോമിൽ ചെയ്യണം, ഇത്ര ഹവേഴ്സ് പിള്ളേരുടെ സെക്ഷനിൽ ചെയ്യണം. അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു പ്ലാനിനകത്ത് നമുക്കുണ്ട്, എല്ലാം നമുക്ക് പറഞ്ഞു തരും. നമുക്ക് 3 വർഷത്തെ പ്ലാനിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ റിയ ഇപ്പം 4 വർഷമായി ജർമ്മനിയിൽ വന്നിട്ട്, ഇപ്പം FSJ കഴിഞ്ഞു, പിന്നെ 3ാമത്തെ വർഷം നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം റിയയ്ക്ക് ഇപ്പം ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനാണെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് റിയ ഇവിടെ അനുഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് ലൈഫിൽ? ഫസ്റ്റ് ഒറ്റപ്പെടൽ തന്നെയാണ്. നമുക്ക് ആരും ഇല്ലാത്തൊരു തോന്നൽ നമുക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കൊരു റൂമിൽ ഞാൻ പക്ഷേ ഫസ്റ്റ് വന്നപ്പം ഞങ്ങൾ 3 പേര് ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരായി. പിന്നെ ഹൗസ് ബിൽഡിംഗ് തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ഒറ്റയ്ക്കായി. അപ്പോഴത്തേനും നമുക്ക് വേറൊരു ഫീലായി. നമ്മൾ ഒറ്റയ്ക്കൊരു റൂമിൽ നമ്മൾ ഒറ്റയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിങ്ങിന് പോകുന്നു. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ വീടെന്ന് പറയുമ്പം നമുക്ക് വേറൊരു ഫീൽ തന്നെയാണ്. ഇപ്പം ഞാൻ 4 വർഷമായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല കൊറോണ കാരണം. അതുകൊണ്ട് ഭയങ്കര നമ്മുടെ നാട്ടിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലി എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ അതെല്ലാം നമുക്ക് തരണം ചെയ്ത് ഇവിടെ നിൽക്കണം എന്നുള്ളൊരു ഇത് തോന്നിക്കഴിയുമ്പോൾ അങ്ങ് നിന്നോളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഭാഷയ്ക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഏറ്റവും കഴിഞ്ഞല്ലേ ഇപ്പം റിയ വന്നത്? അപ്പം പുതിയൊരു ഭാഷ, പുതിയൊരു രാജ്യം, അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഫസ്റ്റ് വന്നത് ഡിസംബറിലാണ്. അപ്പം ഏറ്റവും കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നതും. വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ഒന്നും മനസ്സിലാവാത്ത രീതിയായി. പിന്നെ ആൻറ്റീൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ ആൻറ്റീൻ്റെ ഹസ്ബൻഡ് അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ അവിടെ നിന്നു. അവരെ ഞങ്ങളെല്ലാം കാണിച്ചു തന്നു. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ്. അപ്പം പിന്നെ ഞങ്ങൾ വേറൊരു വലിയ ഹോസ്റ്റലിലായി. അങ്ങനെ ലാംഗ്വേജ് ആദ്യമേ നമുക്ക് പറയുന്നൊന്നും മനസ്സിലാത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് A2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഒന്നും പഠിക്കുന്നില്ല. B1 തൊട്ടൊക്കെയാണല്ലോ ശരിക്കും പറയാനും അല്ലെങ്കിൽ കുറേ വേർഡ്സും പഠിക്കുന്നത്. അപ്പം കുറേ അനുഭവിച്ചിട്ടുണ്ട് വന്ന സമയത്ത്. എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കത്തുമ്പം നമുക്ക് തന്നെ ഒരു വിഷമം, എന്തുകൊണ്ടും മനസ്സിലാവില്ല. ഞാൻ 4 മാസം പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ പെയ്യെ വന്നു കഴിയുമ്പോൾ നമുക്ക് പെയ്യെ മനസ്സിലായി തുടങ്ങും. പിന്നെ പഠിക്കുമ്പോഴും പിന്നെ നമ്മൾ എത്ര നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരിടത്ത് ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പോഴാണെങ്കിലും ഞാൻ മലയാളം സംസാരിക്കുന്നതിനിടയ്ക്കും ജർമ്മൻ കയറി വരും. കാരണം നിങ്ങൾ എല്ലാ ദിവസവും ജർമ്മൻ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇംഗ്ലീഷ് കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ? എന്താണ് റിയയുടെ അഭിപ്രായം? ഇവിടെ ഞങ്ങളുടെ എനിക്കും തോന്നിയിട്ടുണ്ട് ഒട്ടും പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് അങ്ങനെ എല്ലാവർക്കും ഇവർ പ്രിഫറൻസ് കൊടുക്കുന്നില്ല ഇംഗ്ലീഷിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു പിള്ളേർ ഇപ്പോഴത്തെ ഇതിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ പണ്ടുള്ള ആൾക്കാർ ആരും അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇവർക്കാർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലും വലുതായിട്ട് മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പം ജർമ്മനാണ് ഇവിടെ പ്രിഫറൻസ് കൂടുതൽ. ഇപ്പം പാർട്ട് ടൈം ജോലിയാണെന്ന് പറഞ്ഞാലും അവർ കൂടുതലും ജർമ്മൻ നോക്കാറുണ്ട്. ഇപ്പം മാക്ഡൊണാൾഡ്സ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇപ്പം കിച്ചണിലൊക്കെ ജോലി അങ്ങനെ കുഴപ്പമില്ല. ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിലും തട്ടിമുട്ടി ജർമ്മൻ പറഞ്ഞാൽ മതി. പക്ഷേ ബാക്കിയുള്ള ഇതിൽ ജർമ്മൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം പാർട്ട് ടൈം ജോലി ചെയ്യണമെങ്കിലും പഠിക്കണമെങ്കിലും അല്ലെങ്കിൽ ചുമ്മാ ഇവിടെ എന്തിനു വന്നാലും ജർമ്മൻ പ്രിഫറൻസ് കൂടുതലാണ് ഇവിടെ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാമെന്നുള്ളത്.
എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. ഞാനിവിടെ 4 വർഷം ഞാൻ ഇതുവരെയും പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള തീരെ സമയത്ത് 50-50 ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തൊട്ട് പോയി നമ്മൾ തിരിച്ച് കോളേജിൽ നിന്ന് വരുമ്പോഴത്തേന് 4 മണിയാകും. പിന്നെ ജോലിയും കഴിഞ്ഞിട്ട് പഠിക്കാൻ സമയം കിട്ടത്തില്ല. പിന്നെ പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി വീക്കെൻഡ് ജോലി ചെയ്യുന്നുണ്ട്, ഇത്ര ദിവസം നമുക്ക് ഫ്രീ കിട്ടുന്നുള്ളൂ. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു സമയം കിട്ടത്തില്ല. പിന്നെ നമ്മൾ മൊത്തത്തിൽ ക്ഷീണിച്ച് പോകുകയും ചെയ്യും, നമ്മുടെ ബോഡി ഫുള്ള് വീക്കായി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടും, പക്ഷേ എന്നാലും അത്ര ഇതാവത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇനി അടുത്ത ചോദിക്കാൻ പോകുന്ന എല്ലാവർക്കും അറിയാനായിട്ട് താല്പര്യമുള്ളൊരു വിഷയത്തെ പറ്റിയ സ്റ്റൈഫൻഡ് ഈ ഹൗസ് ബിൽഡിംഗ് സമയത്ത് കിട്ടുന്നത്. അപ്പം നാട്ടിലെല്ലാവരും പറയുന്ന 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് വലിയ പണിയൊന്നും ഇല്ലാതെ ഹൗസ് ബിൽഡിങ്, നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഇവിടെ ചെയ്ത് തീർക്കാവുന്നുള്ളതാണ്. അതുപോലെ 50,000 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നുള്ളത് ശരിയാണോ? ഒരിക്കലും അത് ശരിയല്ല. നമുക്കിപ്പം കിട്ടുന്ന 1 ലക്ഷം രൂപ നമ്മുടെ ബ്രൂട്ടോ ആണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂട്ടോ നെറ്റോ ആയിട്ടാണ് നമുക്കിവിടെ സാലറി കിട്ടുന്നത്. ബ്രൂട്ടോ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പേപ്പറിൽ കാണിച്ചേക്കുന്ന ജസ്റ്റ് ഒരു സംഖ്യ മാത്രമാണെന്ന് ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇത്ര 10-15% വരെ കുറഞ്ഞിട്ടാണ് നമുക്ക് നെറ്റോ ആയിട്ട് നമുക്ക് കൈ കിട്ടുന്നത്. കൈ കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമുക്ക് കുറേ ചിലവുകൾ നമുക്ക് തന്നെയുണ്ട്. ഇപ്പം നെറ്റ്, ഫോണിലെ ഡേറ്റ ഇത് ചെയ്യണം, പിന്നെ സാധനങ്ങൾ, വീടിൻ്റെ വാടക, പിന്നെ ഇവിടെ പ്രത്യേകിച്ച് റേഡിയോ TV-ൻ്റെ ഇതിന് വേണം, വെള്ളം, കറണ്ട് ചാർജ് എല്ലാം അടച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും നാട്ടിൽ 50,000 രൂപ ഒരിക്കലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു 20-25 അതിൽ കൂടുതൽ ഒരിക്കലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ചിലവ് പോലെ ഇരിക്കും. പിന്നെ ഫുഡ് എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എത്രത്തോളം ചിലവാക്കുന്നോ അത്രത്തോളമായിട്ടിരിക്കും. പിന്നെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഇപ്പം ഒരു ഇത് വെച്ചിട്ട് ഞാൻ വന്നതിനേക്കാളും ഒത്തിരി സാധനങ്ങൾക്കൊക്കെ വില കൂടിയ കാരണം നമുക്ക് അതിൻ്റേതായ ഉള്ള ചിലവ് നമുക്ക് വരും. അപ്പോൾ ഒരിക്കലും 50,000 രൂപ ഒരിക്കലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഒരു ഹൗസ് ബിൽഡിങ്ങിന്. പിന്നെ ഓരോ വർഷം നമുക്ക് ഹൗസ് ബിൽഡിങ്ങിന് പല ഇതാണ് നമുക്ക് കിട്ടുന്നത്. എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 രൂപ കൂടുതൽ കിട്ടുകയാണെങ്കിൽ പോലും അതിനനുസരിച്ച് ടാക്സ് അടച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള നമ്മുടെ നെറ്റോയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറത്തുള്ളൂ. ഞങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് അറൗണ്ട് 1,100 യൂറോ അറൗണ്ട് ആ ഒരു ഇത് കിട്ടും, എമൗണ്ട് കിട്ടും. രണ്ടാമത്തെ വർഷം 1,200 അറൗണ്ട് കിട്ടും. മൂന്നാമത്തെ വർഷം 1,300 അറൗണ്ട് യൂറോ കിട്ടുമെന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രുട്ടോ എമൗണ്ട് അല്ലേ, അതായത് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ നിങ്ങളുടെ ടാക്സും സോഷ്യൽ കോൺട്രിബ്യൂഷനും ഒന്നും എടുക്കാതെ ഉള്ള എമൗണ്ട് അല്ലേ ഈ പറയുന്നത്? അതെ, അത് നമ്മുടെ ജസ്റ്റ് നമ്മുടെ പഠിത്തം തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ആ പേപ്പറിൽ ആ ഒരു ഇതിൽ എഴുതിയേക്കുന്നത് മാത്രമാണ് ഫസ്റ്റ് ഇയറിൽ 1,200, 1,200, 1,300, തേർഡ് ഇയർ 1,300. പക്ഷേ നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ഇയറിൽ 1,200 എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സെക്കൻഡ് ഇയറിൽ നമുക്ക് ഒരിക്കലും 100 യൂറോ കൂട്ടി കിട്ടത്തില്ല. അതിനകത്തുനിന്ന് എല്ലാം പോയി കഴിഞ്ഞാൽ 50 യൂറോ അല്ലെങ്കിൽ 40 യൂറോ ആണ് കൂടുതൽ കിട്ടുന്നത്. അല്ലാതെ ഒരിക്കലും 100 യൂറോ ഫുള്ളേ നമുക്ക് സെക്കൻഡ് ഇയറിലും കിട്ടാൻ പോകുന്നില്ല. അതിലും ടാക്സ് എല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പകുതി മാത്രമേ നമുക്ക് കൈ കിട്ടാറുള്ളൂ. നിങ്ങൾ ടാക്സ് പേ ചെയ്യണോ? ടാക്സ് പേ ചെയ്യണം. പിന്നെ സോഷ്യൽ, പിന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ കാർഡിൻ്റെ വരും, എല്ലാം നമ്മൾ വെച്ചാലും നമ്മൾ പേ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ ആണെങ്കിൽ പറഞ്ഞാൽ പോലും നമ്മൾ 10-20 യൂറോ 25 യൂറോളം മിനിമം വരും. പിന്നെ നമ്മുടെ 3 മാസം കൂടുമ്പോൾ 3 മാസം 52 രൂപ 53 രൂപ ഏകദേശം റേഡിയോ എന്ന് പറഞ്ഞൊരിത് പോവും. പിന്നെ വാടക തന്നെ പോവും 300 350 രൂപ മിനിമം വീടിന് മാത്രം പോവും. ഇപ്പം ഞാൻ താമസിക്കുന്ന ആളിൽ എനിക്ക് റൂം മാത്രമേ ഉള്ളൂ, എന്നിട്ട് പോലും ഞാൻ 300 ഏകദേശം അടയ്ക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ള ഒരു വ്യത്യാസങ്ങൾ വരും. നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റൈഫൻഡിൽ നിന്ന്? നമ്മുടെ ഓരോരുത്തരുടെ ചിലവനുസരിച്ചിരിക്കും. ഇപ്പം ഏകദേശം ഒരു 20,000 നമ്മുടെ നാട്ടിൽ, അതിൽ കൂടുതൽ എന്തായാലും നമുക്ക് 20 കഷ്ടിയാണ്, അതിലും കുറവാണെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഒത്തിരിയൊന്നും നമുക്ക് ഒരിക്കലും സേവ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന വീട് പോലെ നമുക്ക് കിട്ടുന്ന വീട് പോലെയും നമ്മൾ എന്തൊക്കെ പേ ചെയ്യണമെന്നുള്ള ഇതുപോലെയൊക്കെ ഇരിക്കും. ഇപ്പം റിയ താമസിക്കുന്ന വീട് ഇപ്പം ചില ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ചില ഇപ്പം കമ്പനികൾ, ട്രെയിനിങ് കമ്പനികൾ അക്കോമഡേഷൻ ശരിയായി കൊടുക്കും 1 മാസത്തേക്ക് 2 മാസത്തേക്ക്. എന്നിട്ടാണ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നത്. റിയയുടെ കേസിൽ എങ്ങനെയായിരുന്നു? നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക? എനിക്ക് എൻ്റെ ആബൈറ്റ് സ്കേബർ തന്നെ തരുമായിരുന്നു എൻ്റെ വീട്. എൻ്റെ റെഡ് ക്രോസിൻ്റെ വീട് തന്നെയാണ്. ഞാൻ അവിടെയാണ് ഇപ്പം താമസിക്കുന്നത്. ഒരു വെഗയാണ്, ഞങ്ങൾ 4 പേര് ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടാണ്. പക്ഷെ മാസം അവർ നിങ്ങളുടെ എമൗണ്ടിന് പൈസ എടുക്കും? നമ്മുടെ സാലറിക്ക് മുമ്പ് അത് അവരെടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മൾ മന്ത്ലി പേ ചെയ്യുകയാണ്. പിന്നെ ഇവിടെ വീട് എടുക്കുമ്പോൾ തന്നെയാണ് അതിന് മുമ്പ് നമുക്ക് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചില സമയത്ത് റെൻറ്റിൻ്റെ 2 മാസത്തെ കൊടുക്കണം. ചിലപ്പം 1 മാസത്തെ എക്സ്ട്രാ നമ്മൾ നേരത്തെ ഡിപ്പോസിറ്റായിട്ട് കൊടുക്കേണ്ടി വരും. അതുകൂടെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി.
പിന്നെ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതിപ്പം മാസ്റ്റേഴ്സ് അല്ലെ ബാച്ചിലേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് ഇതുണ്ടല്ലോ, ഫ്രീ അല്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് അത് കൊടുക്കുമല്ലോ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് ഫ്രീ ആണോ, നിങ്ങൾ പേ ചെയ്യണോ? ഞങ്ങൾക്കത് പേ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്ന കാരണം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും അങ്ങനെയുള്ള ഒന്നുമില്ല, ആനുകൂല്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങളിപ്പം ഏകദേശം ആസുബി ടിക്കറ്റ് എന്ന് പറയും ഇവിടെ, എന്ന് വെച്ചാൽ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി ഉള്ളതാണ്. നമ്മൾ ഏകദേശം 65 യൂറോളം നമ്മൾ അതിന് വേണ്ടി തന്നെ പേ ചെയ്യുന്നു ഒരു മാസം. അപ്പോൾ അതും നിങ്ങളുടെ സ്റ്റൈഫൻഡ്? അതും എല്ലാം സ്റ്റൈഫൻഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ അടുത്തു നിന്നാണ് പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ സ്റ്റൈഫൻഡ് എമൗണ്ടിൽ തന്നെയല്ലേ നിങ്ങളുടെ ഇപ്പോൾ പേഴ്സണൽ എക്സ്പെൻസസിന് വേണ്ടി, അതായത് ഇപ്പം ഷോപ്പിങ്ങിന് വേണ്ടിയും അതുപോലെ സൂപ്പർ മാർക്കറ്റിലെ ചിലവും പിന്നെ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ടാണേലും, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ വെളിയിൽ നിന്ന് ഫുഡ് പോയി കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു ഇതിൽ നമുക്ക് സേവ് ചെയ്യുന്ന ഒരു രീതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പറ്റത്തില്ല. പിന്നെ ഒരിക്കലും ദിവസവും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം ആഴ്ച ഒരിക്കലും എല്ലാം പോയി ചെറിയ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് പോലത്തെ എന്തെങ്കിലും ഡേണറോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് ഫ്രൈഡ് അങ്ങനെയുള്ള കറി, അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഴ്ച ഒരിക്കലെങ്ങാനും പോയി ഫ്രണ്ട്സിനോടൊക്കെ പോയി കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ദിവസവും കഴിക്കുന്നത് അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പിന്നെ നമ്മളിപ്പം ഓരോ സാധനങ്ങൾ വാങ്ങാൻ പോകണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ ഇവിടെ പല ടൈപ്പ് സൂപ്പർ മാർക്കറ്റുണ്ട്, പിന്നെ പല ക്വാളിറ്റിയുടെ സാധനമുണ്ട്, പല വിലയുടെ സാധനമുണ്ട്. ഇപ്പോൾ ഒരു സാധനം തന്നെയാണ് പല വിലകളിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. പിന്നെ ഇപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ തന്നെ നെറ്റോ ഉണ്ട്, ലീഡറുണ്ട്, അതൊക്കെയാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നത്. അപ്പം ഇപ്പോൾ റേവേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അവിടെ ആ സാധനങ്ങളൊക്കെ ഇച്ചിരി നമുക്ക് പൈസ കുറവായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഓഫേഴ്സ് വരും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക്, അപ്പം നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതലും ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇപ്പം മെയ്ഡ്സിനൊക്കെ വെച്ച് കുക്ക് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം നമ്മൾ ആഴ്ച ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തെ ഒരിക്കൽ ഇപ്പം നല്ലപോലെ പോയി ഫുഡ് കഴിക്കണം, നല്ല വലിയ റെസ്റ്റോറൻറ്റിൽ പോകണം, അത് മാസത്തിൽ ഒരിക്കൽ, അതിൽ കൂടുതലൊന്നും എനിക്ക് പറ്റുന്നില്ല. ഒരു മാസത്തിൽ 2 പ്രാവശ്യം, അതിൽ കൂടുതൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റൈഫൻഡ് വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. നമുക്ക് ഒത്തിരി സേവ് ചെയ്യാവുന്ന ഒരു മെൻറ്റാലിറ്റി ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത്ര കിട്ടുന്നതിൽ ഇത്ര രൂപ മാസം സേവ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ലൈഫ് പറ്റത്തില്ല. പിന്നെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഇരിക്കും, നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഓരോന്ന് എന്ത് സാധനമാണ് വാങ്ങുന്നത്, നമ്മൾ എന്ത് കഴിക്കണം, അതിനെല്ലാം അനുസരിച്ചിരിക്കും. നമ്മൾ എത്ര ദിവസം ആയിക്ക് ഓഫിന് പോകുന്നു, എന്ത് സാധനം വാങ്ങുന്നു, അതിനനുസരിച്ചിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് കുക്കിംഗ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാണോ അതോ എങ്ങനെയാണ്? ഞങ്ങൾ സ്വന്തമായിട്ടാണ് കുക്ക് ചെയ്യാറുള്ളത്. എൻ്റെ കൂടെ തന്നെയാണ് 2-3 മലയാളികളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചില ദിവസം കുക്ക് ചെയ്യാറുണ്ട്, ചില ദിവസം സെപ്പറേറ്റ് ആയിട്ട്. നമ്മൾ മെയിനായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ്, ഓരോരുത്തർക്ക് കഴിക്കാൻ തോന്നുന്നതിലാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ മാസത്തിൽ ഒരിക്കലും എല്ലാം പോയി പുറത്തുനിന്ന് പോയി നല്ലപോലെ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം പോയി ഫുഡ് കഴിക്കുക, അതേ ഉള്ളൂ. അല്ലാതെ എന്നും പോയി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന ഒരിതില്ല എനിക്ക്. അപ്പോൾ നിങ്ങൾ തിയറി പഠിക്കുന്ന സമയം നിങ്ങൾ ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് പോവുമോ സ്കൂളിലേക്ക്, അതോ അതെങ്ങനെയാണ്? നമുക്ക് ഉച്ചയ്ക്ക് 45 മിനിറ്റാണ് ബ്രേക്ക് കിട്ടുന്നത്. നമുക്കിപ്പോൾ മിക്കവാറുള്ള സ്കൂളുകളിലെല്ലാം ക്യാൻറ്റീൻ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇത് കാണും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേവ് അല്ലെങ്കിൽ നെറ്റ് ആൾഡി അങ്ങനെയൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റ്സ് കാണും. അപ്പം പിന്നെ അവിടുന്ന് നമുക്ക് പോയി എന്തെങ്കിലും വാങ്ങാം. ഞാൻ മെയിനായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പോയി ബ്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചൂടാക്കാനുള്ള പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇപ്പം പ്രത്യേകിച്ച് കൊറോണ ആയതുകൊണ്ട് അവിടെ കിച്ചണൊക്കെ ഉണ്ട് നമുക്ക് സ്കൂളുകളിൽ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ കാരണം എല്ലാം അടച്ചിട്ടേക്കായതുകൊണ്ട് നമ്മളിപ്പം പുറത്ത് പോയി ബ്രെഡോ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുള്ളൂ ക്ലാസ് തിയറി സമയത്ത്. പിന്നെ പ്രാക്ടിക്കൽ സമയത്ത് നമ്മൾ ഫുഡ് കൊണ്ടുപോകണം. നമുക്ക് എന്തെങ്കിലും ബ്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടുമോ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടും? പ്രാക്ടിക്കൽ സമയത്ത് നമുക്ക് ഒരു 7.5-8 മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത്. നമുക്ക് 1/2 മണിക്കൂർ ബ്രേക്ക് ഉണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ബ്രേക്ക്. അത് നമുക്ക് എല്ലാ ജോലിയും തീർന്നു കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം നമുക്ക് 1/2 മണിക്കൂർ നമുക്ക് പുറത്ത് ബ്രേക്ക്, പ്രത്യേകിച്ച് ബ്രേക്കിന് റൂമുണ്ട്, അവിടെ പോയി നമുക്ക് ബ്രേക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം 3ാമത്തെ വർഷം തുടങ്ങുവാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റിയയുടെ പ്ലാൻ അല്ലെങ്കിൽ റിയയുടെ റോഡ് മാപ്പ് എന്ന് പറയുന്നത്? എനിക്കിപ്പം ഞാനിപ്പോൾ 3rd ഇയർ കഴിയാറായി, എനിക്ക് അടുത്ത വർഷം കഴിയുന്നുണ്ട്. എൻ്റെ ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കുഞ്ഞു പിള്ളേരുടെ അടുത്ത് ജോലി ചെയ്യാനാണ് എനിക്ക് താല്പര്യം കൂടുതൽ. പിന്നെ അപ്പം നമ്മളൊരു ഹൗസ് ബിൽഡിങ് കഴിയുന്നതിന് ഒരു 5-6 മാസം മുമ്പ് നമുക്ക് പല ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ ഒന്ന് സെൻഡ് ചെയ്തിടണം.
ഇങ്ങനെ പേഴ്സണൽ അപ്റ്റൈലിംഗ് എന്ന് പറയും ഇവിടെ. അവിടെ സെൻഡ് ചെയ്തിട്ട് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു ഇത് വരും. നമ്മുടെ ഹൗസ് ബിൽഡിംഗ് കഴിയുമ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കുമ്പം അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരും. അവിടെ എന്തെങ്കിലും നമുക്കവിടെ പ്ലേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിലും പല വാർഡുകൾ കാണും. ഓർത്തോ കാണും, കാർഡിയോളജി കാണും. അപ്പോൾ ഇന്നിടത്ത് പ്ലേസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്തിട്ട് നമുക്കവിടെ ജോലി ചെയ്യാം. പിന്നെ എനിക്കിപ്പം കൂടുതലും കുഞ്ഞുങ്ങളുണ്ടായി നിൽക്കുന്ന നോയഗബോർണ സ്റ്റഡ്സുകളിൽ ജോലി ചെയ്യാനാണ് താല്പര്യം. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുണ്ടായി വരുന്നിട്ട് ജോലി ചെയ്യുന്നൊരിതില്ല. ഞാൻ അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇതിലാണ് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യം. അങ്ങനെ അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ നാട്ടിലെ പോലെ പ്ലേസ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ തന്നെ കണ്ടുപിടിക്കുകയാണോ? എൻ്റെ ഒരു ഇപ്പോഴൊരു അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ തന്നെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാസം മുമ്പ് ഇന്ന പോലെ പഠിച്ച് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ അയക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും നമ്മൾ കേട്ടത് ഇപ്പം റിയ ഇവിടെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന കാര്യങ്ങളും എങ്ങനെയാണ് ഇവിടെ ഹൗസ് ബിൽഡിംഗ് നടക്കുന്നതെന്നും എന്തൊക്കെ ഇവർ പഠിക്കുന്നതും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്കറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയ ഇവിടെ ഇപ്പോൾ 3ാമത്തെ വർഷം ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരു സീനിയർ സ്റ്റുഡൻറ്റിന് എന്താണ് ഇനിയും ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. എന്താ അറിയാ പറയാനായിട്ടുള്ളത് ടിപ്പായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലപോലെ ലാംഗ്വേജ് പഠിച്ചിട്ട് വരിക. B2 കഴിഞ്ഞിട്ട് തന്നെ വരാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എല്ലാം പറയുന്നത് മനസ്സിലാക്കുക. പിന്നെ ഇപ്പം B2 കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പം വിസ പ്രോസസ്സിന് കുറച്ച് ഇതൊക്കെ കാണും, താമസം കാണും. അപ്പോഴും 2-3 മാസമൊക്കെ ഉണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ജർമ്മൻ അറ്റ്ലീസ്റ്റ് വായിക്കുക, യൂട്യൂബിൽ ഫിലിം കാണുമോ എന്തെങ്കിലും ആ സമയത്തും ചെയ്യുക. അല്ലാതെ വെറുതെ ഇരിക്കാം ഇനിയും കുറച്ചൊന്നും ഇതാക്കുക, അതൊരിക്കലും ചെയ്യരുത്. B2 കഴിച്ചിട്ട് നല്ലൊരു ലാംഗ്വേജ് പഠിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വരിക ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി. പിന്നെ കുക്കിംഗ് പഠിച്ചിട്ട് വരിക. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പഠിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പൈസ സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റും ആരും ഇല്ലാതെ. ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഇല്ല, നമ്മുടെ പേരൻസ് ഇല്ല കൂടെ. എന്തൊരു സാഹചര്യം വന്നാലും അത് മുമ്പോട്ട് പോകാൻ വേണ്ടി ഉള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ട് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്തുള്ളത്. അപ്പം റിയയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് റിയയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേന്. വെൽക്കം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഹൗസ് ബിൽഡിംഗ് പ്രത്യേകിച്ച് നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.